ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടിൽ ഉപയോഗിച്ച് കറങ്ങുന്ന ഫാനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറിയൊരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തും ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്തും ബോട്ടിലിന് താഴെയായിട്ടും ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ബോട്ടിലിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാൻ ആവശ്യമായ നീളത്തിൽ ഒരു സ്റ്റിക്ക് വേണം. ഈ ഒരു സ്റ്റിക്ക് ക്യാപ്പിനുള്ളിലൂടെ കടത്തി ബോട്ടിലിൻ്റെ താഴെയുള്ള ഹോൾസിലൂടെ പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി വേണ്ടത് ഒരു റോപ്പാണ്. ഈ ഒരു റോപ്പ് ബോട്ടിലിൻ്റെ സെൻറ്ററിലുള്ള ഹോൾസിലൂടെ ഉള്ളിലേക്ക് കടത്തിവിടണം. ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ ഇതുപോലെ റോപ്പ് ഹോൾസിലൂടെ കടത്തിവിടാം. ഉള്ളിലേക്ക് കടത്തിവിട്ട റോപ്പ് ബോട്ടിലിൻ്റെ മുകളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ വലിച്ചു കൊടുക്കാം. പുറത്തേക്ക് വലിച്ചെടുത്ത റോപ്പ് സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിയിടണം. ഈ ഒരു റോപ്പ് സ്റ്റിക്കിൽ ലൂസായി വരാൻ പാടില്ല. റോപ്പ് കെട്ടിയതിന് ശേഷം സ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ബോട്ടിലിൻ്റെ ഉള്ളിലൂടെ താഴെയുള്ള ഹോൾസിൻ്റെ പുറത്തേക്കായിട്ടും സ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ക്യാപ്പിനുള്ളിലൂടെ മുകളിലേക്കും കൊണ്ടുവരണം. അതിനുശേഷം ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കാം. ക്യാപ്പ് നന്നായി അടച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ പുറത്തുള്ള റോപ്പ് ഇതുപോലെ നന്നായി ഒന്ന് വലിച്ചു കൊടുക്കണം. അതിനുശേഷം സ്റ്റിക്ക് ക്ലോക്ക് വൈസിൽ കറക്കിയെടുത്താൽ ബോട്ടിലിനുള്ളിലെ സ്റ്റിക്കിലേക്ക് റോപ്പ് ഒരുപോലെ ചുറ്റിയെടുക്കാം. ബാക്കി വരുന്ന റോപ്പ് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ഇതുപോലൊരു ചെറിയ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിലുള്ള ഹോളിലൂടെ വലിച്ചെടുത്ത് ഒന്ന് കെട്ടിയിടണം. റോപ്പ് പുറത്തേക്ക് വലിച്ചെടുക്കുന്നതിനുള്ള കാർഡ്ബോർഡ് വീലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാപ്പിൻ്റെ മുകളിലുള്ള സ്റ്റിക്കിൽ ഫാൻ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ കാർഡ്ബോർഡിൽ റൗണ്ട് ഷേപ്പിലുള്ള സെൻറ്റർ വീലും 3 റെക്റ്റാങ്കുലർ വീലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഫാനിൻ്റെ ഈ ഒരു ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ റൗണ്ട് വീലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു ഫാൻ സ്റ്റിക്കിൽ ലൂസാകാതിരിക്കാൻ ഇതുപോലെ ചെറിയ റൗണ്ട് വീല് ഫാനിൻ്റെ താഴെയും മുകളിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബോട്ടിലിൻ്റെ മുകളിൽ ഫാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോട്ടിലും ഫാനിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ചെറിയ ബോട്ടിലും ഫാനിൻ്റെ ചെറിയൊരു വീലുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫാനൊന്ന് കറക്കി നോക്കിയാലോ. ബോട്ടിലിൻ്റെ പുറത്തുള്ള കാർഡ്ബോർഡ് വീല് പുറത്തേക്ക് വലിച്ചു കൊടുത്താൽ ഫാൻ കറങ്ങുന്നത് കാണാം. എങ്ങനെയുണ്ട് ബോട്ടിൽ ഫാൻ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.